ഇന്നത്തെ നമ്മുടെ മെയിൻ സ്പെഷ്യൽ ഇന്ന് ശനിയാഴ്ചയാണ്. ഒരു സിമ്പിൾ ലഞ്ചാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതും തട്ടിക്കൂട്ട് കറികളാണ് കേട്ടോ. ഒന്നും അത്ര സമയം എടുത്തുണ്ടാക്കിയ കറികളൊന്നും അല്ല. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. വാ. ഇതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ സ്പെഷ്യൽ, വഴുതനങ്ങ ഫ്രൈ. പിന്നെന്താണ്? പിന്നെ മറന്നുപോയി, എനിക്കറിയില്ല. കഷ്ണം എടുക്കണുണ്ട്, ഒരു തല കഷ്ണം എടുക്കാന്ന് വിചാരിച്ചു. തലക്കറി ഉണ്ടാക്കായിരുന്നു. അടുപ്പ് വേണം ചെയ്തട്ട, പുറത്ത് ചെയ്യണതാണ് അതിന്റെ ഒരു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ കുറച്ച് മോരുകറി നല്ല തട്ടിക്കൂട്ട് കറി. ഇത്തിരി നല്ല മണമുണ്ട്, നല്ല കറിയാട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ശനിയാഴ്ചത്തെ തട്ടിക്കൂട്ട് സിമ്പിൾ ലഞ്ച്. അപ്പൊ ഇത് ഉണ്ടാക്കിയതൊക്കെ ഒന്ന് കണ്ടിട്ട് പോയോട്ടോ നിങ്ങള്. ബുൾബുൾ കാണിച്ചു കൊടുത്ത് ഞാൻ കണ്ടില്ലല്ലോ. തലയില് ഭയങ്കര ഒച്ചയൊന്നുമില്ല. ഇവിടെ എന്തോരം കിളികളാന്നറിയാം. മാവിന്റെ പകുതി പോയപ്പോ കിളികള് പിന്നെ കുറഞ്ഞിട്ട് അതിലാണ് വന്ന് എന്താ TV ആണെന്ന് കിടന്ന് കുലുകുലാന്ന് വർത്താനം. വായില് തേടി വെച്ചിട്ടുണ്ട് സാധനം, പേടിച്ചു പോകുമോ? ചിലപ്പോ കേൾക്കാൻ സാധ്യതയില്ല. വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സേതറിന് ഈ വഴുതനങ്ങ അറിയോ? ഇത് അന്ന് ആന്റിയുടെ വീട്ടിൽ പോയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആന്റിയുടെ വീട്ടിൽ ഇങ്ങനത്തെ വഴുതനങ്ങ ഉണ്ട്. നമ്മൾ ചെന്നപ്പോ ആയിട്ടുണ്ടായില്ല, ചെറുതായിരുന്നു. നമുക്കിങ്ങനെ ഉരുണ്ട ടൈപ്പ് വഴുതനങ്ങയാണ് കിട്ടിയത്. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി. ഫ്രൈ ചെയ്യണോ അല്ലെങ്കിൽ തൈര് ഒഴിച്ചിട്ട് വെക്കണം? ഫ്രൈ ചെയ്യണമായിരിക്കും. ഞാനിത് ആക്ച്വലി മേടിച്ചതായിരുന്നു. പാസ്ത ഉണ്ടാക്കാനാണോ? ഞാൻ പാസ്ത ഉണ്ടാക്കാനായിട്ട് മേടിച്ചത്. അതല്ലേ ഞാൻ ചോദിച്ചത്. അത് വേറെ ദിവസം ഉണ്ടാക്കാം, ഇന്ന് ഞാൻ ഉണ്ടാക്കാനുള്ള പണിയത്. അങ്ങനെ എന്നെ കൊണ്ട് ഉണ്ടാക്കിക്കാലോ അല്ലേ. ഇതിന്റെ ഉള്ളിൽ കുരു കാണാനില്ലല്ലോ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവോ? ഇത് ജനറ്റിക്കലി മോഡിഫൈഡ് സംഭവമാണ്. ഇതൊന്ന് വെള്ളത്തിലിട്ട് കുറച്ചു നേരം വെക്കണം. എന്നിട്ട് നമുക്കിന്ന് മീൻകറി എന്ന് വെച്ചാൽ അയിലക്കറി ഉണ്ട്, ഒരു മഞ്ഞക്കറി, അത് കാണിച്ചു കൊടുക്കണം. അമ്മ വെച്ചിട്ട് പോയതാട്ടോ. അപ്പം അയിലൊന്നും ഇവിടെ സൈഡൊന്നും ലച്ചൊന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്ന് വറക്കാന്ന്. വേറെ മീനൊന്നും ചെയ്തിട്ട് മേടിച്ചോണ്ട് വന്നിട്ടില്ല. ചെയ്തിട്ട് ഇന്ന് ഫുള്ള് വാങ്ങിച്ചോണ്ട് വന്നത് പച്ചക്കറിയാണ്. എനിക്ക്
എനിക്കിനി ഉണക്കമീൻ ഇത്തിരി മേടിച്ച് വെക്കണം. എനിക്ക് സ്രാവൊക്കെ കൂടി ചോറിനെ പൊട്ടിയാ. നീ കൊറേ നാളായല്ലോ ഇത് പറയാൻ. വാങ്ങിച്ചു തരുന്നുണ്ട്. അത് കൊറേ നാളായി പറയണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് സ്രാവ് ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രസം. എന്താ സ്രാവിനോടൊരു ഇത്ര? ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും. ഞങ്ങളുടെ വീട്ടില് പച്ചമീൻ കുറവായിരിക്കും. അച്ഛന് ലീവൊക്കെ മിക്കപ്പോഴും ഉണക്കമീനായിരിക്കും. ഉണക്കമീൻ ഇപ്പോഴും അതെ വീട്ടിൽ ചെന്ന ഒരു ബക്കറ്റ് ഉണ്ട്, ചെറിയ ബക്കറ്റിൽ. അതിൽ എപ്പോഴും ഉണക്കമീൻ ഇല്ലാത്തൊരു ദിവസം എനിക്ക് തോന്നുന്നുണ്ടാവില്ല. വീട്ടിൽ എല്ലാ ദിവസവും ഉണക്കമീൻ വെക്കുന്നില്ല, ബക്കറ്റിൽ മിക്കപ്പോഴും ഉണക്കമീൻ. മാന്തള്, സ്രാവ്, അതൊക്കെയല്ല. കൊഴുവ വാങ്ങില്ല, അങ്ങനത്തെ ചെറിയ മീനില്ല. മിക്കപ്പോഴും മാന്തളും സ്രാവും ആയിരിക്കും അമ്മ മേടിക്കാം. എനിക്ക് അതിഷ്ടം. എനിക്ക് സ്രാവ് കറി ഭയങ്കര ഇഷ്ടമാണ്. സ്രാവ് കറി ഉണ്ടാക്കും. ഇങ്ങനെ പണ്ട് ഞാൻ അച്ചാച്ചൻ നാട്ടിൽ ചെല്ലുമ്പോൾ അച്ചാച്ചൻ്റെ ഫേവറേറ്റ് കറിയാണിത്. ഞാൻ അമ്മേനെ കൊണ്ട് അത് ഉണ്ടാക്കിച്ച്. അമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമൊന്നുമില്ല, പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പഴയ ഓർമ്മ. അമ്മയും പറയണത് എന്ത് ടേസ്റ്റാണെന്നറിയാം. അതൊന്നും ആർക്കും അറിയില്ല. ആ കറി ഇവിടെ ഒന്ന് വെച്ചാലോ. അപ്പൊ നമ്മളിത് ഇങ്ങനെ കുറച്ച് ഈ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കണം, എന്നാലാണ് അതിൻ്റെ ഒരു കറി ഉണ്ട്. ഇതിന് നോക്കിയേ, ആ കുരുവില്ലാത്തത് നോക്കിയേ. കുരുണ്ട്, ചെറിയ കുരുവാണ്. ഇനി നമുക്കൊരു അച്ചാറും കൂടി ഇടാം. ഞാനൊരു തട്ടിക്കൂട്ട് അച്ചാർ ഇവിടെ ഉണ്ടാക്കാൻ പോവാ. ഒന്ന് കാണിച്ചു കൊടുക്കും. ഇത് കാണണ്ടാന്ന് നോക്കുക. ഫസ്റ്റ് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യാം. ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു. നീ ആദ്യമായിട്ട് ഉണ്ടാക്കണം വളമാക്കാണോ? ചെയ്തോട്ടെ, ഞാൻ എന്തുണ്ടാക്കിയാലും സൂപ്പർ. നമുക്കൊരു ഇത്തിരി സോയാ സോസും കൂടി ഇട്ടാലോ? ഇതിൽ പറ്റൂല. ഇത് വേറെ മാങ്ങ വാങ്ങിട്ട് വരും. ഇതില് ഉപ്പ്. ഇത് നമ്മൾ കുറച്ചും കൂടി ഉപ്പിടി നോക്കിട്ട്. എനിക്ക് ഇന്നൊരു ലേസി ഡേയാ. മീൻ വറുത്തത് കഴിക്കാൻ തോന്നും. നീ അല്ലടി പറഞ്ഞ മീൻ വേണ്ടാന്ന്. ഞാൻ അങ്ങനെയൊക്കെ പറയും. ഭ്രാന്താണെന്ന് ചോദിക്കുന്നില്ല. എനിക്ക് മരുന്ന് കഴിക്കണ്ടെന്നാ ചോദിക്കുള്ളൂ. മീനും വേണം, പച്ചക്കറിയും വേണം. കണ്ടിട്ട് കൊള്ളാല്ലേ? കുറച്ച് സവാളയും കൂടി ചെറുതായിട്ട്. ഇത് പറ്റില്ല, കേടാവും. ഇത് ഉപ്പിലിട്ട് വെക്കാം. വേണ്ട, ലാസ്റ്റ് ആ വിനാഗിരിയും കൂടെ ഒഴിച്ചാ പോരെ. എന്നാ ശരിട്ടാ, വീഡിയോ എടുക്കണേ. അമ്മ എന്നോട് പറഞ്ഞത് ഈ നല്ലെണ്ണയില്ലേ, അല്ല ഈ കടുകും ഉലുവയും കൂടി പൊടിക്കണം. ഞാൻ അങ്ങനെ ചെയ്യണില്ല. സാധനം ചെയ്യാൻ പറഞ്ഞ നീ കൊറേ കാര്യങ്ങൾ സ്കിപ്പാകും. എന്തെന്നപ്പോ ഞാൻ സ്കിപ്പാക്കിയത്? ഉലുവയും കടുകും കൂടി പൊടിക്കാൻ പറഞ്ഞത്. അത് ഇത്തിരി അമ്മയുടെ വിചാരം കൊറേ ഉണ്ടെന്നാ. കൊറേ ഇല്ലെങ്കിൽ ചെറുതല്ലേ അതിന്റെ ടേസ്റ്റ്. അത് കൊറേ ഉള്ളത് കൊണ്ട് ഇടുന്നതല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല. അച്ഛനും വലിയ ഇഷ്ടായി. ചേതനെന്നെ അറിയില്ല. എന്നാ പിന്നെ എന്തിനാ വിളിച്ച് ചോദിച്ചത്? അതെനിക്ക് കായ ഇടണോന്നൊരു സംശയം ഉണ്ടായി. ഈ അച്ചാർ ആരും കണ്ടിട്ടുണ്ടാവൂല. അതെങ്ങനെ ഈ അച്ചാർ ആരെങ്കിലും കണ്ടത്? നീ ഉണ്ടാക്കണോളല്ല. നീ ഉണ്ടാക്കണോളല്ല, പിന്നെ എങ്ങനെ ആര് കാണാനാ? അത് തന്നെ, ഇങ്ങനത്തെ അച്ചാറൊന്നും എവിടെയും കിട്ടൂല. ഇന്ന് ഇലക്ഷന്റെ ഇതല്ലേ റിസൾട്ട് കാണില്ലേ? ഇതൊക്കെ ചെയ്തിട്ട് ആർക്കാ വോട്ട് ചെയ്തത്? നിന്റെ അമ്മൂമ്മക്ക്. പറയൂലല്ലേ. കരിഞ്ഞപ്പോ എന്താ വെളിച്ചെണ്ണ, വിനാഗിരി. ഇതുപോലെ വേണമെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിക്കോ. നല്ല മണം കണ്ട. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഇതിൽ അച്ഛന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാ. നല്ല മണം ഉണ്ടല്ലോ അടി. അതാ ഇതിന്റെ ആള് വരൂ ഇപ്പൊ ട്യൂഷൻ കഴിഞ്ഞ്. എന്താണ് ചെയ്തിട്ട് പറയുന്നത്? ക്ലാസ്സിൽ ഇതൊക്കെ കൊണ്ടുപോകുമ്പോ വലിയ ആളാണ്.
കാണാ പിന്നെ ഇത് എന്നോട് പറയണ നെല്ലിക്ക എന്തോ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞേക്കണ കുട്ടികൾ കൊണ്ടുവരികയെന്നാണ്. അപ്പൊ ഇത് കുപ്പിയിലാക്കാം. നല്ല അച്ചാറാട്ടോ ഇത്. എണ്ണയൊക്കെ അത് കുറച്ചല്ലേ ഒഴിച്ചിട്ടുള്ളൂ. ഇത്രയും വലിയ കുപ്പിയിൽ ഇത്രയും അച്ചാർ. ഈ കുറച്ച് മാങ്ങ വാങ്ങിയിട്ട് ഞാൻ ടെറസിന്റെ മുകളിലിട്ട് മാങ്ങാത്തൊലി ഉണ്ടാക്കുന്നുണ്ട്. മാങ്ങാത്തൊലി? ആ, പണ്ട് എല്ലാരും കളിയാക്കുമായിരുന്നു ഞങ്ങളിവിടെ മാങ്ങാത്തൊലിയുടെ കാര്യം പറയുമ്പോ. അയ്യ മാങ്ങാത്തൊലിയാന്ന് പറയും. നമ്മള് ഇങ്ങനെ വഴക്കൊക്കെ പറയുമ്പോ ഒരു മാങ്ങ. ഞങ്ങളുടെ അവിടെ അങ്ങനെ മാങ്ങാത്തൊലി ഉണ്ടാക്കും. മാങ്ങ നന്നായിട്ട് ഇത്തിരി വണ്ണത്തിൽ കട്ട് ചെയ്ത് ഉപ്പൊക്കെ തേച്ച് ഉണക്കും. എന്നിട്ട് ഡ്രൈ മാംഗോ. കാര്യം ചെയ്താലേ അതിന്റെ ഒപ്പം കുറച്ച് ഓറഞ്ചും അതൊക്കെ മേടിച്ചിട്ട് ഉണക്കിയാലേ അതൊക്കെ പറ്റുമോ? ഇനി ഞാന് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോകും. എവിടെ പോവും? വീട്ടിൽ പോകും. കൊച്ചിനെ വിളിക്കാൻ. എനിക്കൊന്നിനും നേരമില്ല ചേട്ടാ. ഇച്ചിരി മസാലപ്പൊടി നമുക്ക് ഫ്രൈ ചെയ്യാം. നീ ആരുടെ വീഡിയോ കണ്ടിട്ടാണ് ഈ വഴുതനങ്ങൾ വറക്കുന്നത്? അത് ആരുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇത് കേട്ടോ. ഇത് മിക്ക ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ ചിലപ്പോ എനിക്ക് പരിചയമില്ലാത്ത വല്ല യൂട്യൂബറൊക്കെ ആയിരിക്കും. പിന്നെ ഇത് തന്നെ സെയിം ഇത് തന്നെ ആളുകള് മറ്റേ തൈര് ഒഴിക്കും. അതൊരു കറി പോലെ നല്ല ടേസ്റ്റാന്ന് പറയുന്നത്. ഇതിലോട്ട് തുമ്മിയ അച്ചാറിലേക്ക് ഇല്ല. ഈ കരിവേലിത്തറ പ്രമോദിന്റെ വീട്ടിൽ വന്നിട്ട് ചോറിന്റെ അച്ചാറൊന്നും ആരും തിന്നുന്നുണ്ട്. കാരണം തുമ്മിട്ടേക്കണേ. ഫ്രഷ് ആയിട്ട് ഞാൻ തുമ്മിയത്. നമ്മളൊക്കെ ആണെങ്കിൽ ചീത്ത പറയൂ ഇല്ലേ? അപ്പൊ ഞാൻ വേഗം പോട്ടെ, കൊച്ചിനെ വിളിക്കാൻ നേരമേ. മീൻകറി കാണിക്കാന്ന് പറഞ്ഞു. ഇതാണ് മഞ്ഞക്കറി എന്ന് പറയും. എന്താന്ന് വെച്ചാൽ തലേ ദിവസം അമ്മ ഇങ്ങനെ മുളകും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചും കണ്ട് വെക്കും. പിറ്റേ ദിവസമാണ് ഈ അരപ്പൊക്കെ ചേർത്ത്. എനിക്ക് ഇഷ്ടമാണ് ഈ കറി. പക്ഷെ കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് ഒരു ഛർദ്ദിക്കാൻ വരണമല്ലോ. അത് എന്താണെന്നറിയില്ല. പക്ഷെ ചോറും കൂട്ടി ഭയങ്കരമായിട്ട് കഴിക്കാൻ ഇഷ്ടം. ചിലപ്പോ കഴിച്ച് ഓവറായി. പുളി കുറവാണ് ഇതിന്. പുളി വലുതായിട്ടില്ല. പിന്നെ സേതുവേട്ടന്റെ ഭയങ്കര ഫേവറേറ്റ് കറിയാ. പക്ഷെ സേതുവിന് കൂട്ടാൻ പറ്റില്ല. ആ സേതുവിന്റെ വായ പൊട്ടു. വെറുതെ മുളക് പൊടിയിട്ട് തിരുമ്മി തരുമോ? എന്താണ് ആ മുളക് പൊടിയിട്ട് ഞാൻ കുഴച്ച് വെച്ചില്ല. അങ്ങനെ മതിയായിരുന്നു. നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? നിനക്ക് വേണ്ടിട്ടാ ഞാൻ ഇഷ്ടപ്പെട്ടാ? ഇത് വെച്ച് മുട്ട വെച്ചുണ്ടാക്കിയാലോ? എടി നല്ല അച്ചാറായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ഓവർ ആക്ഷൻ എടുക്കണ്ട. ഇല്ല, സത്യമായിട്ട് അയ്യോ മുടി ഇങ്ങനെ പോയി കെട്ടിവെച്ച് കുഴപ്പമില്ല. ഇതല്ലേ നിന്റെ യഥാർത്ഥ സ്റ്റൈല്. ഞാൻ മര്യാദക്കൊക്കെ കെട്ടിവെച്ചതായിരുന്നു. അയ്യേ, എണ്ണ ഒഴിക്കണ്ടായിരുന്നു. വേറെ തരാം അച്ചാറ്. പിന്നെ എണ്ണ ചൂടാവട്ടെ.
അച്ചാറുണ്ടാക്കി കഴിക്കും. എന്റെ പൊന്നുവിനെ കുളിക്കൊണ്ടാണ് കിട്ടോ കയ്യിൽ ഇട്ട് വെക്കേണ്ട ഇടാൻ. അപ്പൊ അവനോട് മിണ്ടല്ലോ. പിന്നെ എനിക്ക് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നതാണ്. നീ പോകണ്ടല്ല. വീഡിയോയിൽ വേറെ എന്തെങ്കിലും പറയുന്നത് അത് ഇട്ടിട്ട് ഞാൻ വീഡിയോ എങ്ങനെ കട്ട് ചെയ്യുന്നു. എന്തിനാ അങ്ങനെ ആക്കുന്നത്? അപ്പതേ സ്ഥലമില്ലാത്ത സ്ഥലത്ത് എന്തിനാ രാജ്യം ചെറുത് വെച്ചാ പോരെ? എന്ത് ചുരുക്കും നിന്റെ ബുദ്ധിയില്ലായ്മ നീ ഇവിടെ പിന്നെ തെളിയിക്കണ രാജി. ഓ എന്തിനു കുത്തല്. ഞാൻ ഉണ്ടാക്കിയത് ചമ്മന്തി ഇത് ഇന്നലെ ഉണ്ടാക്കിയതല്ലേ? ഫ്രിഡ്ജിൽ വെച്ചാലും കഴിച്ചില്ല. എന്ത് ടേസ്റ്റാ. ഇവരൊക്കെ എന്നറിയോ കഴിക്കാം. നല്ലതാ. അല്ലെങ്കിൽ ടീച്ചർ മൈൻഡ് ചെയ്യാറുണ്ട് തന്നെ. ഞാൻ നിങ്ങൾ കാണാതെയൊക്കെ അങ്ങനെയൊക്കെ കാണിക്കാറുണ്ട്. കുപ്പിയിൽ തന്നിട്ടില്ലേ അമ്മ? അത് ഞാൻ തിളപ്പിച്ച വെള്ളം. ഇത് നീ കുടിക്കാണ്. പിന്നെന്താ വിചാരിച്ച മോരുകറി ഉണ്ടാക്കാൻ പോണോ? ഭയങ്കര ടേസ്റ്റാ. മൊത്തം മോരുകറി ഉണ്ടാക്കലട്ടെ. എനിക്ക് ചോറ് ഇത്ര എടുക്കണുള്ളൂ. ഈ ബ്രാൻഡിന്റെ തൈരിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. നല്ല എന്തിന്റെ ക്രീമി ടേസ്റ്റ് ആണ്. സത്യം. പുളിയില്ല ഒന്നുമില്ല. അത്ര അടിപൊളിയാ. ഞാനത് ലച്ചുവിന് എല്ലാ ദിവസവും മോര് വേണം. അപ്പൊ അവർക്ക് തൊണ്ടവേദനയൊക്കെ ആയതുകൊണ്ട് മോര് കൊടുക്കാൻ പറ്റില്ല. മാറി വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചെറുതായിട്ട് തട്ടിക്കൂട്ട് മോര് കറി ചെയ്തിട്ടും വിചാരിക്കണ പോലെ കുമ്പളങ്ങ ഇട്ടിട്ടല്ല. മോര് വെറുതെ ചാറ് വെക്കില്ലേ, ചൂടാക്കണോ? ഒന്ന് 2 കടുകും ഇത് ഇട്ടിട്ടേ എന്ത് ടേസ്റ്റാ. മോരും വെള്ളം അടിച്ചു കൊടുക്കാൻ. എന്താ എന്ത് ക്രീമിയാ. ഭയങ്കര തിക്കാൻ. വെള്ളം ചേർത്തിട്ട് പോലും ഇത്രയും. ചെയ്തിടം പറയൂട്ടെ. നിന്നെ നമ്പർ വേണ്ട രാഗി പറയോ? ആണോ? ഇല്ല, അത് പൊട്ടിയതാ. ഫുള്ള് തിരക്ക. ഇത് കാണിച്ചു കൊടുത്താ നമ്മുടെ വഴുതനങ്ങ ലെയറായിട്ടിരിക്കണത്. നല്ല വേപ്പില വേണം. ഇത്ര മതി. അയ്യോ കരിയോടത് ചെയ്തു. മൾട്ടി ടാസ്കിംഗ് ആണ് ശരിക്കും അടുക്കള എന്ന് പറഞ്ഞത് അല്ലേ? അതത്രയും വേണം. അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് സത്യം പറഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവ വേണം. പിന്നെ കുഞ്ഞുള്ളി അരിഞ്ഞത് വേണം. ലച്ചുവിന് അങ്ങനെയൊന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ഉണ്ടാക്കണത്. കൊടുക്കാത്തല്ലേ? ആര് പറഞ്ഞു? എന്താണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാ. എന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി. ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല. എന്താ ഇച്ചിരിയും കൂടെ നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതില് കലക്കിയ വെള്ളം.
കുറച്ച് ഉപ്പ്, എന്നിട്ട് നമ്മള് ലൈറ്റർ എടുക്കുക, കത്തിക്കുക. ചെറുതായിട്ടൊന്ന് ചൂടാവുമ്പോ ഓഫ് ചെയ്യും. ഓഫ് ചെയ്താ എന്താ മോരുകറി റെഡിയായി. സത്യം സൂപ്പറാ. ഉപ്പിന്റെ കുറവുണ്ട്. അപ്പൊ ഞങ്ങളുടെ ലഞ്ച് ഇതൊക്കെയാണ്. അപ്പൊ ഞാനിത് വേഗം കഴിക്കട്ടെ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ബൈ.